എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ ഈ വർഷത്തെ ഓണപരീക്ഷ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ഇവിടെ വായിക്കാം എഴുതാം എന്നതാണ്. ഇവിടെ ഒരു കവിത നൽകിയിട്ടുണ്ട്. നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. പൂത്തിരി പൂക്കും പോലെ ഏത് വികാരത്തെയാണ് അർത്ഥമാക്കുന്നത്? ഉത്തരം ആഹ്ലാദം. പൂത്തുമ്പികൾ പാറുന്നതുപോലെ പാറിയത് എന്താണ്? കൊച്ചുകിടാങ്ങൾ. പന്ത് പിടിക്കാനുള്ള വെമ്പൽ എന്തായി മാറുന്നു? ഉത്തരം മത്സരം. മൈതാനത്തിൻ്റെ പുണ്യം എന്താണ്? ഉത്തരം കുഞ്ഞു പാദങ്ങൾ പുണർന്നത്. അടുത്തതായി, ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും ഈ വരികൾ അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം കുട്ടിക്കളികൾ ഇങ്ങനെയൊക്കെയാണ്. പ്രവർത്തനം 2 അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടാതെ ഈ പത്രവാർത്തയും കൂടി വിശകലനം ചെയ്ത് ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുകയാണ് പ്രവർത്തനം 2 അഭിപ്രായക്കുറിപ്പിൽ എഴുതേണ്ടത്. പ്രവർത്തനം 3 ദൃക്സാക്ഷി വിവരണം. സ്കൂളിൽ നടന്ന ഒരു കളിയുടെ ചിത്രമാണ്. കൂട്ടുകാരൻ മൈക്കിലൂടെ കളി വിവരണം നടത്തുകയാണ്. നിങ്ങളാണ് ദൃക്സാക്ഷിയെങ്കിൽ അതിൻ്റെ വിവരണം തയ്യാറാക്കുകയാണ് വേണ്ടത്. അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നല്ലൊരു ദൃക്സാക്ഷി വിവരണം എഴുതുകയാണ് വേണ്ടത്. ദൃശ്യത്തെ സമഗ്രമായി ഉൾക്കൊള്ളിക്കുകയും ആശയങ്ങൾ അവതരിപ്പിക്കുകയും വേണം. പ്രവർത്തനം 4 പോസ്റ്റർ തയ്യാറാക്കുകയാണ് വേണ്ടത്. നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കുന്നതിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ബി ആൻസർ. വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. ഏത് കളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണിത്? ഉത്തരം വടംവലി. അടുത്തത് പ്രവർത്തനം 5 ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ്. ഡയറി എഴുതുമ്പോൾ തീയതി അതോടൊപ്പം തന്നെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു ഡയറി തയ്യാറാക്കുകയാണ് വേണ്ടത്. ബി ആൻസർ. പിടിക്കാവുന്ന 1ഉം 2ഉം പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതിന് പ്രകാശം നടത്തിയ പ്രയോഗം എന്തായിരുന്നു? ഉത്തരം ഓട്ടക്കൈ. അടുത്തത് പ്രവർത്തനം 6 അനുഭവക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. അനുഭവക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങളും ഭാവം മനസ്സിൽ തട്ടും വിധം അവതരിപ്പിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബി ആൻസർ. ബാലെ പിടിച്ചും വലിച്ചും പിന്നെ എന്നത് ആരുടെ വാലിലാണ് പിടിച്ചത്? ഉത്തരം വാനരന്മാരുടെ. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.